ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഫോട്ടോനെ ഒറ്റ ക്ലിക്കിൽ ഇങ്ങനത്തെ രീതിക്ക് എങ്ങനെ എഡിറ്റ് ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഹേ ഗൈസ്, ഞാൻ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ്, ഇൻസ്റ്റാഗ്രാം ഗ്രോത്ത് റിലേറ്റഡ് ടെക് ടിപ്സ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതൽ ചെയ്യാറ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ആ ബെല്ലൈക്കൺ ഒന്ന് വിളിക്കുക. അപ്പോൾ ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലോർ എഡിറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്ന കാര്യം വെച്ചാൽ ആദ്യം എൻ്റെ ഫേസ് ഒന്ന് കുറച്ച് ഡാർക്ക് ആക്കുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എത്രത്തോളം എഫക്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആദ്യം എൻ്റെ ഫേസ് കുറച്ച് ഡാർക്ക് ആക്കുകയാണ്. സെലക്റ്റീവ് ടൂൾ യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഫേസ് കുറച്ച് ഡാർക്ക് ആക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളിത് ചെയ്യണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ച് മുഖം കുറച്ച് ഡാർക്ക് ആക്കിയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാരണം വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാരണം വെച്ചാൽ സ്റ്റോറിയുടെ അവിടെ ഒന്ന് ജസ്റ്റ് സ്റ്റോറി നമ്മൾ ഇതാക്കൂലേ, അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും തരത്തിൽ ഇവിടെ സെർച്ചിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സോഫ്റ്റ് സ്കൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിൽറ്റർ സെർച്ച് ചെയ്യുക. ഓക്കെ, ഫിൽറ്റർ മാത്രമല്ല കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ വീഡിയോയിൽ ഫുള്ള് പറഞ്ഞുതരാം. വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കാം. സോഫ്റ്റ് സ്കൈലൈറ്റ് എന്നുള്ള ഫിൽറ്റർ ജസ്റ്റ് സെർച്ച് ചെയ്യുക. അതിൽ തന്നെ ഈ ഒരു ഫിൽറ്റർ ജസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇവിടെ ഒരു സേവിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഈ ഒരു ഫിൽറ്റർ ജസ്റ്റ് ഡൗൺലോഡ് അല്ലെങ്കിൽ സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ സ്റ്റോറിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽറ്ററിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മളിവിടെ സേവ് ചെയ്ത ഫിൽറ്റർ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഫിൽറ്റർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എഫക്റ്റ് ആ ഒരു ഫോട്ടോയിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ട. നല്ല രീതിയിൽ എഡിറ്റിങ് നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇനിയും ഉണ്ട്, എന്താ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇവിടുന്ന് ഈ ഫിൽറ്റർ ജസ്റ്റ് ഡൺ ചെയ്തതിന് ശേഷം ഈ ഒരു ഇത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കണം എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറി ഓപ്പൺ ചെയ്തതിന് ശേഷം സ്നാപ്സീഡിലേക്ക് ഈ ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ക്രോപ്പിൻ്റെ അവിടെ ഇട്ടിട്ട് 5:4 എന്നുള്ള ഒരു റേഷ്യോയിൽ നിങ്ങൾ ജസ്റ്റ് ക്രോപ്പ് ചെയ്യുക. ഇതാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ റേഷ്യോ. അതുകൊണ്ട് തന്നെ സ്നാപ്സീഡിൽ നിന്നാണ് ഞാൻ ക്രോപ്പ് ചെയ്യാറ്. ഓക്കെ, അതിന് ശേഷം ജസ്റ്റ് ഷെയർ അടിക്കുക. ഷെയർ അടിച്ചതിന് ശേഷം നിങ്ങൾ ലൈറ്റ്റൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലൈറ്റ്റൂമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാം. ലൈറ്റ്റൂം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആദ്യം തന്നെ ലൈറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വൈറ്റ് മൊത്തം മൈനസ് ചെയ്തിടുക. ഓക്കെ, വൈറ്റ് മൊത്തം മൈനസ് ചെയ്തിടുക. ബ്ലാക്ക് കുറച്ച് കൂട്ടുക, കാരണം പിക്ചർ എത്രത്തോളം ഡാർക്കാണ് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ബ്ലാക്ക് ഇതാക്കേണ്ടത്. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് കളേഴ്സിൽ മിക്സിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നിങ്ങളുടെ ഫോട്ടോ എങ്ങനത്തെ രീതിയിലുള്ള ഫോട്ടോ ആണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് കളർ അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ സാച്ചുറേഷൻ കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു രീതി നല്ല രീതിയിലേക്ക് എഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് ലൈറ്റ് റൂമിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്നാപ്സീഡിൽ നിന്ന് സെലക്റ്റീവ് ടൂൾ യൂസ് ചെയ്തിട്ട് സാച്ചുറേഷൻ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഇതിൻ്റെ കളേഴ്സ് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ കളർ ഗ്രേഡ് ചെയ്യാണ്. ഇതിൻ്റെ സാച്ചുറേഷനും അതുപോലെ തന്നെ ലൂമിനൻസും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ മാറ്റുകയാണ്. നിങ്ങളുടെ ഫേസിന് എത്രത്തോളം വൈറ്റ് വേണമെന്നുള്ളത് നിങ്ങൾ ഓറഞ്ചിൻ്റെ ലൂമിനൻസ് കാര്യങ്ങളൊക്കെ കൂട്ടിയാൽ മതി. അതിനനുസരിച്ച് നിങ്ങളുടെ ഫേസ് കുറച്ചും കൂടി ഗ്ലോയി ആവും, അതുപോലെ തന്നെ വൈറ്റും കൂടും. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് കളേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ പിക്ചറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇവിടുന്ന് നിങ്ങൾ ടെക്സ്ചർ കുറച്ച് കൂട്ടുക, അതുപോലെ തന്നെ ക്ലാരിറ്റി കുറയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. അതുപോലെ തന്നെ നോയ്സ് റിഡക്ഷൻ കൂട്ടുക. അതിനുശേഷം നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെയാണ് മെയിനായിട്ട് കർവ് ടൂൾ യൂസ് ചെയ്തിട്ട് ബ്ലൂവിൻ്റെ കർവ് ജസ്റ്റ് മേലേക്കാക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ബ്ലൂയിഷ് ടൂണ് ഇല്ലെങ്കിൽ എക്വാ ടൂണ് കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ പിക്ചറിനനുസരിച്ചിട്ട് ഇവിടുന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓവറായാലും പ്രശ്നമാണ്, ഒരു മിനിമലായിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എത്രത്തോളം നമ്മൾ എഫക്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോർമലി എന്താ പറയുക, ലൈറ്റ് റൂമിൽ നിന്ന് എഡിറ്റ് ചെയ്യാൻ ഞാൻ നോർമലി ലൈറ്റ് റൂമിൽ നിന്നാണ് എഡിറ്റ് ചെയ്യാറ്. ഇന്നലെയാണ് പെട്ടെന്ന് ഞാൻ ഈ ഒരു ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ നല്ലൊരു ഔട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പലർക്കും ഇത് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവും. പലരും ഇങ്ങനത്തെ ഒരു എഡിറ്റിങ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കി നടക്കുന്നവരുണ്ട്. ഞാനും നോക്കി നടന്നിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുമ്പ്. ഓക്കെ, ഇപ്പോൾ ലൈറ്റ് റൂമിലാണ് എഡിറ്റ് ചെയ്യാറ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ ഫോട്ടോസ് കാണാനൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു, ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് തന്നെ ബെല്ലൈക്കൺ ഒന്ന് വിളിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ആദിൽ സൈനിങ് ഔട്ട്.